കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച വയനാട് തലപ്പുഴയിൽ ഡ്രോൺ പരിശോധന തുടങ്ങി. രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവൻ അറിയിച്ചു. തലപ്പുഴ കമ്പിപ്പാലത്തിന് പ്രദേശത്ത് കാട്ടാരിക്കുന്നിനായിട്ട് ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് വലിയ രീതിയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടതിന് അനുസരിച്ച് ആടുകളെയും പശുക്കളൊന്നും മേക്കാൻ സാധാരണ കർഷകർക്ക് കഴിയാത്ത ഒരു പരിസ്ഥിതിയാണുള്ളത്. മക്കൾ സ്കൂളും മദ്രസയിലെല്ലാം പോവുകയാണ്. അന്നേരം എന്താ ചെയ്യുക? ഇതിനൊരു സംവിധാനം ചെയ്തു തരണം. എന്താണെന്ന് വിചാരിച്ചാൽ കൂട് വെക്കുകയോ അല്ലെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഇതിനെ കണ്ടുപിടിക്കണം. ഈ പരിസരങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ മുഴുവൻ ആശങ്കയിലാണ്. അവരൊക്കെ ഈ കൃഷിയും വളർത്തുമൃഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പരിസര പ്രദേശങ്ങളിലേക്ക് പോകുന്നത് വഴി അവരുടെ ജീവന്, അവരുടെ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം അല്ലെങ്കിൽ പിലാക്കാവിലുണ്ടായിരിക്കുന്ന അതേ സാഹചര്യം സംജാതമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നതെന്നുള്ളത് വ്യാപകമായിട്ട് ജനങ്ങളുടെ ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. സമീർ സി മുഹമ്മദാണ് ചേരുന്നത് വിവരങ്ങളുമായി. സമീർ, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കേൾക്കുന്നു, ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ആശങ്ക ഒഴിയുന്നില്ല ഇവർക്ക്. വലിയ ഒരു ആശങ്കയിൽ തന്നെയാണ് ഈ പ്രദേശവാസികൾ. വനമേഖലയാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് തലപ്പുഴ. ആ മേഖലയിലാണ് തുടർച്ചയായ ദിവസങ്ങളിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാൽപ്പാടുകൾ കണ്ടിരുന്നു. കൂടാതെ ഇന്ന് രാവിലെ പുല്ല് പറിക്കാൻ പോയ തൊഴിലാളിയാണ്, കർഷകനാണ് ഇത്തരത്തിൽ ഈ ഭാഗത്ത്, ഈ പുഴയോട് ചേർന്ന ഭാഗത്ത് കടുവയെ കണ്ടത്. പിന്നീട് അദ്ദേഹം വീട്ടിലേക്ക് ഓടി വരികയും പ്രദേശവാസികളെ കാര്യം അറിയിക്കുകയും ചെയ്തു. നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ട് കൂടിയാണ് ഇപ്പോൾ വനംവകുപ്പ് കാര്യമായ രീതിയിൽ തന്നെ അവിടെ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ ഉദ്യോഗസ്ഥർ നേരിട്ട് എത്തിയാണ് പരിശോധന നടത്തിയത്. അപ്പോഴൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന അവിടെ ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ ഭാഗങ്ങളിലേക്കും, ജനവാസ മേഖലയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ഭാഗങ്ങളിലേക്കും ഡ്രോൺ എത്തിച്ചുകൊണ്ടാണ് പരിശോധന നടത്തുന്നത്. പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ കടുവ കാട്ടിലേക്ക് തന്നെ മടങ്ങിയിട്ടുണ്ടാകാം എന്നുള്ള ഒരു വിലയിരുത്തലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉള്ളത്. ഏതായാലും അവിടെ ഇപ്പോൾ 14 സ്ഥിരം ക്യാമറകളും 2 ലൈവ് ക്യാമറകളും ഉൾപ്പെടെ 16 ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെയാണ് ഇപ്പോൾ ഡ്രോൺ പരിശോധനയും പുരോഗമിക്കുന്നത്. രാത്രി സമയത്ത് അവിടെ പട്രോളിംഗ് ശക്തമാക്കും എന്നുള്ള കാര്യം കൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു. ഒപ്പം തന്നെ സന്ധ്യ മയങ്ങുന്നതോടുകൂടെ ആരും പുറത്തിറങ്ങിയത്, അതുപോലെ കന്നുകാലികളെയൊക്കെ തന്നെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റണം എന്നുള്ള നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. വലിയ ഒരു ജാഗ്രതയോടുകൂടി തന്നെയാണ് പ്രദേശവാസികൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ആശങ്കയ്ക്ക് അറുതിയാകണമെങ്കിൽ ആ കടുവയെ പിടികൂടുക തന്നെ വേണം. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അല്ല, സമീർ 2 ദിവസത്തേക്ക് വയനാട്ടിലേക്ക് പോയതാണ്. സമീർ ഇത്ര നാള് നമ്മുടെ സുർജിത്തേട്ടനായിരുന്നു കടുവേനെയും പുലിയേനെയൊക്കെ പിടിച്ച് നടന്നിരുന്നത്. 2 ദിവസത്തേക്ക് അങ്ങോട്ട് പോയപ്പോഴേക്ക് ഇത് പിന്നെ ഇറങ്ങിയിരിക്കുക. എന്ത് തോന്നുന്നു? എങ്ങനെയുണ്ട്? കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്തകൾ തന്നെയാണ്. കാട്ടാനയുടെയും അതുപോലെ കടുവ, പുലിയുടെയൊക്കെ ഒരു സാന്നിധ്യവും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും. പക്ഷേ അത് ഇത്രമാത്രം നീണ്ടു നിൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു വലിയ ആശങ്കയൊക്കെ വീട്ടമ്മയെ കടുവ പിടിക്കുന്നു, അതുപോലെ ആ കടുവയെ പിടിച്ച് കടുവ ആ വീട്ടമ്മയെ കൊന്ന ഒരു പശ്ചാത്തലം നമുക്കറിയാം. അതിൻ്റെ ഒരു ആശങ്കയായിരുന്നു. പിന്നീട് ആ കടുവയെ പിടികൂടി, അതോടുകൂടി ഒരു താൽക്കാലികമായിട്ടുള്ള ശമനം ഉണ്ടായി എന്നാണ് നമ്മൾ ധരിച്ചിരുന്നത്. പക്ഷേ ആ ഒരു ശമനത്തിന് അധിക നാൾ ഉണ്ടായില്ല. അതിൻ്റെ വീണ്ടും തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ പുലിയുടെ സാന്നിധ്യം പാടിവയലിലും അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ പുലി ഇറങ്ങുകയും അവിടങ്ങളിൽ വളർത്തുന്ന ആടുകളെ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 2 ആടുകളെ തുടർച്ചയായ 2 ദിവസങ്ങളിലാണ് പുലി ഇറങ്ങി കൊന്നു തിന്നത്. അതിന് പിറകെയാണ് ഇപ്പോൾ വയനാട്ടുകാരുടെ ആശങ്ക ഒഴിയുന്നില്ല. ഇപ്പോൾ സമീർ കൂടി അതിലെ പങ്കാളിയായിരിക്കുകയാണ്.